പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയ എത്രയോ യാത്രകളേക്കാൾ അടിപൊളിയാണല്ലേ ഒരു രാത്രി വെളുക്കുമ്പോഴേക്ക് വേഗം എണീക്ക് നമുക്കൊരു ട്രിപ്പ് പോകാം എന്ന് പറയുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി ബാഗ് നിറയെ സാധനങ്ങളുമായി ഇറങ്ങിയ ഞാനല്ലേ നിമിരൻ്റെ റിയൽ ഹീറോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇതാ കൂർഗിലേക്കാണ്. ഒരു മസാല ദോശയിലാണ് തുടക്കം. നമ്മൾ നേരെ വന്നത് ഒരു മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അങ്ങനെ ഈ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ഇതാ ഒരു കോഫി പ്ലാന്റേഷനിലേക്കാണ്. എന്ത് രസമല്ലേ കാണാൻ. അങ്ങനെ ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അവർ നമുക്ക് നടക്കാൻ ഒരു വടിയൊക്കെ തരും കേട്ടോ. അതിൻ്റെ സന്തോഷമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഏട്ടനെ കണ്ടോ? അവർ നമുക്കൊരു ഗൈഡിന് തരുന്നുണ്ട് കേട്ടോ. പുള്ളി ശരിക്കും ഓരോ മരത്തെ പറ്റിയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ പക്ഷേ അധികവും നമ്മുടെയൊക്കെ വീട്ടിലുള്ള പോലത്തെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് അവരുടെ ഒറിജിനൽ കാപ്പിപ്പൊടിയിൽ ഒരു കാപ്പി നമുക്ക് തരുന്നുണ്ട് കേട്ടോ. ഒരുപാട് വൈൻ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അവർ ശരിക്കും നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അവരുടെ ഒറിജിനൽ കാപ്പിപ്പൊടിയാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളിനി നേരെ നിസർഗധാമയിലേക്കാണ് ഗൈസ്. ശരിക്കും പ്ലാൻ ചെയ്യാതെ വന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാതെയൊന്നും ഇല്ല കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഓരോ മിനിറ്റും ഞങ്ങളെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോയത്. അതുകൊണ്ട് രണ്ടുപേർക്കും പരാതിയൊന്നും ഇല്ലാത്ത പക്ഷം യാത്ര കിട്ടില്ലായിരുന്നു ഗൈസ്. അങ്ങനെ നിസർഗധാമയുടെ യാത്ര പറഞ്ഞ് നമ്മളിതാ നേരെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വന്നത്. ഏട്ടൻ ആദ്യമായിട്ടൊന്നുമല്ല, അതുകൊണ്ട് വലിയ മൈൻഡൊന്നും ഞാൻ കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മെല്ലെ ഇറങ്ങി ചന്ദനവന ഹോം സ്റ്റേയിലേക്കാണ് കേട്ടോ. ഒന്നും പറയാനില്ല, യാത്ര അടിപൊളിയായിരുന്നു. ഇനി അടുത്ത ഭാഗം വരുന്നുണ്ടേ.